नमस्ते। सब कैसे हो? ठीक है ना? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു പുതിയ പാഠഭാഗം ആരംഭിക്കുകയാണ്. പ്രേംചന്ദ് എഴുതിയിട്ടുള്ള ബഡേ ഘർ കി ബേട്ടി എന്ന കഥയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായി പ്രേംചന്ദ് എന്ന എഴുത്തുകാരനെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. പ്രേംചന്ദിനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. श्री प्रेमचंद हिंदी के सर्वश्रेष्ठ और युग निर्माता कहानीकार माने जाते हैं. उनका जन्म वाराणसी के पास लम्ही नामक गांव में 30 जुलाई 1880 में हुआ था. उनका जीवन आरंभ से ही अभावों और कठिन संघर्ष से ग्रस्त रहा था. पिता डाक विभाग में मामूली लिपिक थे. माँ सदा बीमार रहती थी. प्रेमचंद 14 वर्ष के हुए कि उनके पिता की मृत्यु हो गई. फिर भी कठिन प्रयत्न करके उन्होंने अपने जीवन का निर्माण खुद किया. नौकरी और पढ़ाई के लिए लगातार संघर्ष करते रहे और स्कूलों के डिप्टी इंस्पेक्टर के पद तक पहुँचे थे. परंतु स्वतंत्रता आंदोलन और गांधी जी के आह्वान के प्रभाव में आकर नौकरी भी छोड़ दी थी. फिर पूरा समय लेखन में प्रवृत्त हुए. प्रेमचंद ने अपने रचना कर्म के केंद्र में आम जनता, खासकर किसानों और मजदूरों के दुख दर्द को प्रतिष्ठित किया था. उनका विख्यात उपन्यास गोदान भारतीय कृषक जीवन का महाकाव्य है. उनकी लेखनी से लगभग 300 कहानियाँ भी निसृत हुई है.
जिनका प्राण तत्व है, मानव जीवन की सच्चाइयों का चित्र। तदनुसार उनकी भाषा भी आम लोगों की बोलचाल की भाषा के समान प्रतीत होती है। उनकी प्रारंभिक कहानियाँ आदर्शवाद से प्रभावित थीं, लेकिन आगे चलकर उनकी दृष्टि यथार्थवादी होती गई। कफन, नशा, बड़े भाई साहब, पूस की रात, परीक्षा, नशा, शतरंज के खिलाड़ी, प्रेरणा आदि उनकी प्रसिद्ध कहानियाँ हैं। सेवा सदन, प्रेमाश्रम, निर्मला, गोदान आदि उनके श्रेष्ठ उपन्यास है। प्रेमचंदिനെ കുറിച്ച് പറയുന്നത്, प्रेमचंद हिंदी के सर्वश्रेष्ठ और युग निर्माता कहानीकार माने जाते हैं। പ്രേംചന്ദ് ഹിന്ദിയിലെ സർവശ്രേഷ്ഠനായിട്ടുള്ള മഹാനായ ഒരു യുഗത്തിൻ്റെ നിർമ്മാതാവും അതുപോലെ കഥാകാരനുമാണെന്നാണ്. ഹിന്ദി സാഹിത്യ ലോകത്ത് പ്രേംചന്ദ് യുഗ് എന്ന് പറയുന്നൊരു യുഗം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു യുഗത്തിൻ്റെ നിർമ്മാതാവും അതുപോലെ ഒരു കഥാകൃത്തും നോവലിസ്റ്റ്, അങ്ങനെ എല്ലാ നിലകളിലും പ്രശസ്തനായിരുന്നു प्रेमचंद। उनका जन्म वाराणसी के पास लमही गाँव में हुआ था। അദ്ദേഹത്തിൻ്റെ ജനനം വാരാണസിക്കടുത്ത് ലമഹി എന്നൊരു ഗ്രാമത്തിൽ ആയിരുന്നു. 1880 30 ജൂലൈ 1880 ജൂലൈ 31 അദ്ദേഹത്തിൻ്റെ ജനനം. ഇനി അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഉൻകാ ജീവൻ ആരംഭ से ही अभावों और कठिन संघर्षों से ग्रस्त रहा था. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭകാലം, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം, അഭാവവും ഔർ കഠിൻ സംഘർഷവും സെ, അഭാവം ഇല്ലായ്മകളാലും ഒരുപാട് പ്രയാസങ്ങളാലും കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. പിതാ ढाक विभाग में मामूली लिपिक थे. ഇനി പ്രേംചന്ദിൻ്റെ പിതാവ് ഡാക് വിഭാഗമേ, പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ മാമൂലി ലിപിക് ഒരു ക്ലർക്കായിരുന്നു. മാം സദാ ബീമാർ രഹത്തി ഥി, അമ്മയാവട്ടെ എപ്പോഴും ഭീമാർ രഹത്തി ഥി, അസുഖബാധിതയായിരുന്നു. प्रेमचंद 14 वर्ष के हुए उनके पिता की मृत्यु हो गई. പ്രേംചന്ദിന് 14 വർഷ് 14
വയസ്സ് പ്രായമുള്ളപ്പോൾ പിതാക്കി മൃത്യു ഹോ ഗയി, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണം സംഭവിച്ചു. അപ്പോൾ 14 വയസ്സുള്ളപ്പോൾ തന്നെ അച്ഛൻ മരണപ്പെട്ടു. फिर भी कठिन प्रयत्न करके उन्होंने अपने जीवन का निर्माण खुद किया. പക്ഷേ കഠിൻ പ്രയത്ന കർക്കെ, കഠിനമായ പ്രയത്നം നടത്തി അദ്ദേഹം അപ്നെ ജീവൻ കാ നിർമ്മാൺ, സ്വന്തം ജീവിതം, അദ്ദേഹത്തിൻ്റെ ജീവിതം നിർമ്മാൺ ഖുദ് കിയ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു നിർമ്മാണം അല്ലെങ്കിൽ തകർന്നു പോയ ആ ജീവിതം അദ്ദേഹം തന്നെ സ്വയം കെട്ടിപ്പടുത്തു. അങ്ങനെ കഷ്ടപ്പാടുകളെയൊക്കെ അതിജീവിച്ച് അദ്ദേഹം തൻ്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോയി. नौकरी और पढ़ाई के लिए लगातार संघर्ष करते रहे और स्कूलों के डिप्टी इंस्पेक्टर के पद तक पहुँचे. അങ്ങനെ നൗക്കരി और पढ़ाई के लिए, നൗക്കരി ജോലിക്കും പഠായി പഠനത്തിനുമൊക്കെ ലഗാതാർ സംഘർഷ കർത്തെ, നിരന്തരമായി പ്രയാസങ്ങൾ അനുഭവിച്ച് പഠിക്കുന്നതിനും പഠനശേഷം ഒരു ജോലി ലഭിക്കുന്നതിനും അദ്ദേഹം ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു. എന്നാലും അദ്ദേഹത്തിൻ്റെ കഠിനമായ പ്രയത്നത്തിൻ്റെ ഫലമായി സ്കൂളോം കെ ഡിപ്റ്റി ഇൻസ്പെക്ടർ കെ പദ് തക്ക് പഹുഞ്ച്, അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു. അതും എങ്ങനെ? സ്കൂളിലെ ഡെപ്യൂട്ടി ഇൻസ്പെക്ടറിൻ്റെ പദവിയിൽ വരെ അദ്ദേഹം ജോലി ചെയ്തു. അപ്പോൾ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടായിരുന്നു. അങ്ങനെ സ്കൂളുകളിൽ ഡെപ്യൂട്ടി ഇൻസ്പെക്ടറിൻ്റെ പദവി വരെ അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു. അങ്ങനെ അദ്ദേഹം ആ പദവിയിൽ വരെ അദ്ദേഹം ജോലി ചെയ്തു. परंतु स्वतंत्रता आंदोलन और गांधी जी के आह्वान के प्रभाव में आकर नौकरी भी छोड़ दी. പക്ഷേ സ്വതന്ത്രതാ ആന്തോളൻ, സ്വാതന്ത്ര്യ സമരവും അതുപോലെ തന്നെ ഗാന്ധിജിക്ക് ആഹ്വാൻ, ഗാന്ധിജിയുടെ ആഹ്വാനം, അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ എല്ലാവരെയും പങ്കാളികളാക്കാൻ വേണ്ടി ഗാന്ധിജി ആഹ്വാനം ചെയ്തു. അപ്പോൾ ആ ആഹ്വാനവും ഒക്കെ ഇദ്ദേഹത്തിൽ സ്വാധീനമുണ്ടാക്കി, പ്രേംചന്ദിൽ സ്വാധീനമുണ്ടാക്കി. അങ്ങനെ അദ്ദേഹം നൗക്കരി ഭി ഛോഡ് ദി, അദ്ദേഹത്തിൻ്റെ ജോലി പോലും ഛോഡ് ദി, ഉപേക്ഷിച്ചു. അപ്പോൾ സ്വാതന്ത്ര്യ സമരവും ആ സ്വാതന്ത്ര്യ സമരത്തിന് ഗാന്ധിജി നൽകിയ ആഹ്വാനവുമൊക്കെ പ്രേംചന്ദിനെ വല്ലാതെ സ്വാധീനിച്ചു. അതിൻ്റെ ഫലമായി അദ്ദേഹം ജോലിയും ഉപേക്ഷിച്ചു. ഫിർ പൂരാ സമയ ലേഖൻ മേം പ്രവൃത്ത് ഹുവേ. പിന്നെ പൂരാ സമയ, മുഴുവൻ സമയവും അദ്ദേഹം ലേഖൻ മേം പ്രവൃത്ത് ഹുവേ, ലേഖൻ മേം, എഴുത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് എഴുതാനായിരുന്നുവല്ലോ താല്പര്യം. അപ്പോൾ ജോലി ഉപേക്ഷിച്ചു, അതുപോലെ മുഴുവൻ സമയം എഴുത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതോടൊപ്പം സ്വാതന്ത്ര്യ സമരത്തിലും അദ്ദേഹം പങ്കാളിയായി. प्रेमचंद ने अपने रचना कर्म के केंद्र में आम जनता, खासकर किसानों और मजदूरों के दुख दर्द को प्रतिष्ठित किया था. ഇനി എന്താ പറയുന്നത്? പ്രേംചന്ദ് നെ അപ്നെ രചനാ കർമ്മയ്ക്ക് കേന്ദ്രം, പ്രേംചന്ദ് തൻ്റെ രചന അല്ലെങ്കിൽ തൻ്റെ എഴുത്തിന് കേന്ദ്രമാക്കിയത് അല്ലെങ്കിൽ എഴുത്തിലെ പ്രധാനപ്പെട്ട വിഷയമാക്കിയിരുന്നത് ആം ജനത, അത് സാധാരണ ജനങ്ങൾ, ഖാസ്കർ വിശേഷിച്ച് കിസാൻ കൃഷിക്കാർ, അതുപോലെ മസ്ദൂർ തൊഴിലാളികൾ, ഇവരുടെയൊക്കെ ദുഃഖ് ദർദ് അവരുടെയൊക്കെ ദുഃഖങ്ങളും വേദനകളുമായിരുന്നു അദ്ദേഹം തൻ്റെ രചനകൾക്ക്
ആധാരമാക്കിയത് അല്ലെങ്കിൽ അതിലെ വിഷയങ്ങളാക്കിയത്. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ അവരനുഭവിക്കുന്ന ദുഃഖങ്ങൾ, കഷ്ടപ്പാടുകൾ, അതുപോലെ കൃഷിക്കാർ, തൊഴിലാളികൾ, ഇവരുടെയൊക്കെ ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, ഇതെല്ലാമായിരുന്നു പ്രേംചന്ദിൻ്റെ രചനകളുടെ കേന്ദ്രം. അല്ലെങ്കിൽ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മിക്ക രചനകളും വിഷയമാക്കിയത്. ഉൻകാ വിഖ്യാത് ഉപന്യാസ് गोदान गोदान भारतीय कृषक जीवन का महाकाव्य है. ഇനി പ്രേംചന്ദ് എഴുതിയിട്ടുള്ള വിഖ്യാത് ഉപന്യാസ്, വളരെ പ്രശസ്തമായിട്ടുള്ള നോവലാണ് ഗോദാൻ. അപ്പോൾ ഈ നോവൽ ഭാരതീയ കൃഷക് ജീവൻ കാ, ഭാരതത്തിലെ കൃഷക് ജീവൻ, അന്നത്തെ ആ കാലഘട്ടത്തിലെ കൃഷിക്കാരുടെയൊക്കെ ജീവിതത്തെ സംബന്ധിച്ചെഴുതിയ ഒരു മഹാകാവ്യമായിട്ട് തന്നെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പം ഗോദാൻ എന്നത് നോവലാണ്. അപ്പോൾ ആ നോവൽ ആ കാലഘട്ടത്തിലെ ഭാരതത്തിലെ കൃഷിക്കാരുടെ ജീവിതത്തെയാണ് വരച്ചു കാട്ടുന്നത്. അപ്പോൾ ആ കൃഷിക്കാരുടെ ദുരിതപൂർണമായ ജീവിതമാണ് ഗോദാൻ എന്ന നോവലിൽ പ്രേംചന്ദ് എടുത്ത് കാണിച്ചിട്ടുള്ളത്. ഉൻകി ലേഖനി സേ ലഗ്ഭഗ് 300 കഹാനിയാം ഭി നിസ്സൃത് ഹുയി ഹേ. ഇനി ഉൻകി ലേഖനി സേ, പ്രേംചന്ദിൻ്റെ തൂലികയിൽ നിന്ന് ഏകദേശം 300 കഹാനിയാം, 300ഓളം കഥകളും നിസ്സൃത് ഹുയി ഹേ, ജന്മം കൊണ്ടിട്ടുണ്ട്. പ്രേംചന്ദിൻ്റെ തൂലികയിൽ നിന്ന് ഏകദേശം 300ഓളം കഥകളും ജന്മമെടുത്തിട്ടുണ്ട്. ജിൻകാ പ്രാണ തത്വ ഹേ മാനവ ജീവൻ കി സച്ചായിയോം കാ ചിത്रण. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രാണതത്വം അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ ഓരോ കഥകളുടെയും ഉള്ളടക്കം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാണതത്വം എന്ന് പറയുന്നത് മാനവ ജീവൻ കി സച്ചായിയോം, മനുഷ്യജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളുടെ ചിത്രണം തന്നെയാണ്. അപ്പം അദ്ദേഹം എഴുതിയിട്ടുള്ള എല്ലാ കഥകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാം മനുഷ്യജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളാണ്, അതിൻ്റെ വാസ്തവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഓരോ കഥകളും ഓരോ നോവലുകളും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉൻകി ഭാഷ ഭി ആം ലോഗോം കി ഭോൽ ചാൽ കി ഭാഷ കെ സമാൻ പ്രതീത് ഹോത്തി ഹെ. അപ്പോൾ പ്രേംചന്ദിൻ്റെ ഭാഷയും ആം ലോഗോം കി ബോൽചാൽ കി ഭാഷ, സാധാരണ ജനങ്ങളുടെ ഭാഷ, അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ കഥകളും നോവലുകളും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാം അദ്ദേഹം പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതവും അവരുടെ സുഖങ്ങളെക്കാൾ ഉപരി അവരുടെ ദുഃഖപൂർണമായ ജീവിതവുമാണ്. ഉൻകി പ്രാരംഭിക കഹാനിയാം ആദർശവാദ സേ പ്രഭാവിത ഥി. ഇനി പ്രേംചന്ദിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള കഥകളെല്ലാം ആദർശങ്ങൾ നിറഞ്ഞ കഥകളായിരുന്നു. പക്ഷേ ആകെ ചൽക്കർ, പിന്നെ കുറേ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനോഭാവത്തിന് മാറ്റം വന്നു. ആദർശങ്ങൾ നിറഞ്ഞ കഥകളിൽ നിന്ന് മാറി അദ്ദേഹം യഥാർത്ഥവാദി ഹോത്തി ഗൈ. യഥാർത്ഥവാദി എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതം, അതിലെ പ്രയാസങ്ങൾ, അങ്ങനെയുള്ള ആ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം തൻ്റെ കഥകളിലൂടെയും നോവലുകളിലൂടെയും ഒക്കെ എടുത്തു കാണിച്ചു. അങ്ങനെ ഒരു യഥാർത്ഥവാദിയായ ലേഖകനായി, എഴുത്തുകാരനായി പിന്നീട് പ്രേംചന്ദ് മാറി. പിന്നെ പറയുന്നു കഫൻ, നശ, शतरंज के खिलाड़ी, बड़े भाई साहब, पूस की रात, परीक्षा, नशा, प्रेरणा आदि
ഉൻകി പ്രസിദ്ധ കഹാനിയാ ഹെ. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കുറച്ച് കഥകളുടെ പേരുകളാണ് പറയുന്നത്. കഫൻ, നശ, ബഡേ ഭായി സാഹബ്, പൂസ് കി രാത്, പരീക്ഷ, നശ, ശത്രഞ്ച് കെ ഖിലാഡി, പ്രേരണ. ഇതെല്ലാം ഉൻകി പ്രസിദ്ധ കഹാനിയാ ഹെ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കഥകളാണ്. അതുപോലെ സേവാസദൻ, പ്രേമാശ്രം, നിർമ്മല, ഗോദാൻ തുടങ്ങിയവ ഉൻകെ ശ്രേഷ്ഠ ഉപന്യാസ് ഹെ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ നോവലുകളും ആണ്. അപ്പോൾ ഇതാണ് പ്രേംചന്ദ് എന്ന എഴുത്തുകാരനെ കുറിച്ചുള്ളൊരു കൊച്ചു പരിചയപ്പെടുത്തൽ, ഒരു ചെറിയ പരിചയപ്പെടുത്തൽ. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ബഡേ ഘർ കി ബേഠി എന്ന ശീർഷകത്തോടു കൂടിയ കഥയാണ് പഠിക്കാനുള്ളത്. ബഡേ ഘർ കി ബേഠി, വലിയ വീട്ടിലെ പെൺകുട്ടി. അപ്പോൾ ബഡേ ഘർ കി ബേഠി शीर्षक कहानी में प्रेमचंद ने आनंदी के माध्यम से स्त्रियोजित गुणों के साथ ही बड़े घरों में मिलने वाले संस्कारों को स्पष्ट किया है. बड़े घर की बेटी എന്ന ശീർഷകം എന്ന തലക്കെട്ടോടുകൂടിയ കഥയിൽ പ്രേംചന്ദ് ആനന്ദി എന്ന കഥാപാത്രത്തിനെ മാധ്യമമാക്കിക്കൊണ്ട്, ആനന്ദി എന്ന കഥാപാത്രത്തിലൂടെ സ്ത്രീയോജിത് ഗുണോം കെ സാത്ത്, സ്ത്രീകൾക്ക് യോജിച്ച ഗുണങ്ങളോടൊപ്പം ബഡേ ഘരോ മേ മിൽനെ വാലെ, വലിയ സമ്പന്നമായ വീടുകളിൽ കാണുന്ന സംസ്കാരം, ആ സംസ്കാരത്തെയും കൂടിയാണ് സ്പഷ്ട കിയാ ഹെ, വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ബഡേ ഘർ കി ബേട്ടി, ആ ശീർഷകം തന്നെ അങ്ങനെയാണ്, വലിയ വീട്ടിലെ പെൺകുട്ടി. അപ്പോൾ വലിയ വീട്ടിൽ നിന്ന്, നല്ല സമ്പന്നമായ ഒരു കുടുംബത്തിൽ നിന്ന് വളരെ സമ്പത്ത് കുറഞ്ഞ ഒരു കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ച് കൊണ്ടുവന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ കഥ നടക്കുന്നത്. അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ പേര് ആനന്ദി എന്നാണ്. അപ്പോൾ വലിയ വീട്ടിൽ എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി ജീവിച്ച് പിന്നെ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലെത്തുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളും അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളുമൊക്കെയാണ് കഥയിലെ വിഷയം. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വീട്ടിൽ നിന്ന് വന്നവളാണ് എന്നുള്ള ഒരു, അല്ലെങ്കിൽ വലിയ വീട്ടിലെ പെൺകുട്ടിയാണ് എന്ന് അവളുടെ സ്വഭാവത്തിലൂടെ, അവളുടെ പ്രവൃത്തിയിലൂടെ, അതായത് വലിയ വീട്ടിലെ പെൺകുട്ടി അഹങ്കാരം അല്ലെങ്കിൽ പണത്തിൻ്റെ അഹങ്കാരമല്ല അവിടെ കാണിക്കുന്നത്, മറിച്ച് അവളുടെ സ്വഭാവത്തിൻ്റെ ഗുണം അല്ലെങ്കിൽ മഹിമയാണ് അവളുടെ പ്രവൃത്തിയിലൂടെ അവൾ കാണിക്കുന്നത്. അപ്പം ആ ഒരു സംഭവമാണ് ബഡേ ഘർ കി ബേഠി എന്ന ഈ കഥയിൽ പ്രേംചന്ദ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രേംചന്ദ് എന്ന എഴുത്തുകാരനെ കുറിച്ച് മാത്രമാണ് പരിചയപ്പെടുന്നത്. ഈ കഥ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആരംഭിക്കാം. ബഡേ ഘർ കി ബേഠി, അടുത്ത ക്ലാസ് മുതൽ കഥ ആരംഭിക്കാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ധന്യവാദം.